വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് റിയൽമി 11 5G. ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നുണ്ടാകുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 67 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 11 5G. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. ഗ്ലോറി ഗോൾഡ്, ഗ്ലോറി ബ്ലാക്ക്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ്. ഈ ഒരു ഗോൾഡ് കളറിൽ ഗ്ലോസി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരും. ബ്ലാക്കിൽ മാറ്റ് ഫിനിഷാണ് വരുന്നത്. എനിവേ ബോഡി ഫ്രെയിം വരുന്നത് അലൂമിനിയമാണ്. ബോക്സി ഡിസൈൻ ആണ് വരുന്നത്. 8.1 mm ആണ് ഇതിൻ്റെ തിക്നെസ്. 190 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ക്യാമറ മൊഡ്യൂൾ ലെഫ്റ്റ് സൈഡ് കോർണർ ഭാഗത്താണ്, അത് സർക്കിൾ ഡിസൈനിലാണ് വരുന്നത്. അതിൽ തന്നെ ആ ഒരു കോർണർ എഡ്ജ് ഭാഗത്തായിട്ട് നമുക്കൊരു ലൈൻസോട് കൂടിയിട്ടുള്ള ഒരു ടെക്സ്ചർ ഇതിൽ കാണാൻ സാധിക്കും. അല്പം ബൾജായിട്ട് നിൽക്കുന്ന ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. എനിവേ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. 3 കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. താഴ്വശത്തായിട്ട് നമുക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ ഇന്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.72 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. അതുപോലെ തന്നെ ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 180 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. 680 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നമുക്കൊരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. 392 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ വിഷ്വൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓവറോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ രീതിയിലുള്ളൊരു വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. MediaTek Dimensity 6100 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 2.2 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Mali G57 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇനി ഈ ഒരു മാസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ലെങ്കിൽ കൂടിയും എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 മെമ്മറി വേരിയൻ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. അതിൽ തന്നെ LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നെങ്കിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. നമുക്ക് 3 കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡും നമുക്ക് മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതിൽ തന്നെ ഇന്ത്യൻ വേരിയൻറ്റിൽ എനിക്ക് തോന്നുന്നു 9ഓളം 5G ബാൻഡ്. നമ്മൾ ഈ ഒരു അൺബോക്സ് ചെയ്ത ഈ ഒരു ഇൻ്റർനാഷണൽ വേരിയൻറ്റിൽ 13ഓളം 5G ബാൻഡാണ് ഇതിൽ സപ്പോർട്ട് ആവുന്നത്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. അതുപോലെ NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഇനി Android 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമിയുടെ UI വേർഷൻ വരുന്ന 4.0 ആണ്. നമുക്കറിയാം റിയൽമി സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമുക്കിതിൽ ആഡ്വേഴ്സും ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനും കാര്യങ്ങളും നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യാൻ ചെയ്തിട്ടില്ല. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 0 to 100 ചാർജ് ചെയ്യാൻ എനിക്ക് ഏകദേശം 35-40 മിനിറ്റിന് ഇടയിലാണ് സമയം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് പെർഫോം ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടി നമുക്ക് ഏകദേശം ഒരു ദിവസത്തിനടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സൂപ്പർ ലൗഡി എന്നുള്ള ഒരു ഫീൽ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സൗണ്ട് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് ഫീലാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാനിതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നവർക്ക് പറ്റുന്ന സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതല്ല നമ്മളൊരു ടൈം പാസിന് മാത്രം ഗെയിം കളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്ര ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഈവൻ ഹീറ്റിംഗ് ഇഷ്യൂ പോലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെറുതായിട്ട് വാമാവെന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ അത്യാവശ്യം സ്മൂത്തായിട്ടും അതുപോലെ തന്നെ ലാഗ് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ഇതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഗംഭീരമായിട്ടുള്ള ഗ്രാഫിക് പെർഫോമൻസോ അല്ലെങ്കിൽ ഹൈ ഫ്രെയിം റേറ്റോ അതൊന്നും നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കരുത്. ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമുക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഡൈലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആണ്. മിക്ക ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ചില ഫോട്ടോസിൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അല്പം സോഫ്റ്റ്നെസ് നമുക്ക് മിക്ക ഫോട്ടോസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മാക്രോ ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് മിക്ക സമയത്തും. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറയിൽ വരുന്നത്. സെൽഫി ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിക്ക സമയത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും ചില ഫോട്ടോസിലൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ്നെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് കളേഴ്സിന് ചില ഒരു സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഓവറോൾ റിയർ ആൻഡ് സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് കാണുന്നത്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 4K വീഡിയോ ഇതിൽ സപ്പോർട്ടില്ല എന്നതാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. അത്ര ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ലഭിക്കുന്നത്. HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓക്കെ ലെവൽ ഫീലാണ് ലഭിച്ചിട്ടുള്ളത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ വരുന്നത് 8GB പ്ലസ് 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് നിലവിൽ അവൈലബിൾ ആകുന്നത്. 814 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 19,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഈ ഒരു സെയിം വേരിയന്റിന് ഇന്ത്യയിലും എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. എനിക്ക് ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് പറയത്തക്ക രീതിയിൽ നെഗറ്റീവോ കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ. അത് ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഹാർഡ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓവറോൾ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് പരിഗണിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ റിയൽമി സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Realme 11 5G എന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എന്നും പറയാറുള്ള പോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.